ഹായ് മക്കളെ, വെൽക്കം ടു CC പ്ലസ്. നമ്മൾ ഇന്ന് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ട്രിക്സും കാര്യങ്ങളുമാണ് നോക്കുന്നത്. അതിനു മുന്നേ നമുക്ക് CC പ്ലസിലെ ബാച്ച് ട്യൂഷന്റെ ഒരു കാര്യം പറഞ്ഞ് തന്നെ തുടങ്ങാം. നമ്മൾ CC പ്ലസിലെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് ഒരു ബാച്ച് ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. വെറും 2000 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബാച്ച് ട്യൂഷനിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് വിളിക്കുക. നമ്പർ ഇതാണ് 9496949929. അപ്പൊ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ട്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. കഴിഞ്ഞ വർഷം നമ്മളുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ റിസൾട്ട് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല മാർക്കോടുകൂടി തന്നെയാണ് ഈ ഓരോ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ പാസ്സായിട്ടുള്ളത്. അപ്പൊ ഈ വർഷവും നിങ്ങൾക്ക് ഉന്നത വിജയം നേടാനായിട്ട് നമ്മളുടെ ബാച്ച് ട്യൂഷൻ റെഡിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 1-to-1 ട്യൂഷനും ഉണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമുക്കപ്പോ നമ്മളുടെ വീഡിയോയിലേക്ക് കടന്നാലോ? അതെ, നമ്മൾ എങ്ങനെയാണ് മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്? വെറുതെ ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് എങ്ങനെയാണ് നിങ്ങൾ മാത്സ് പഠിക്കുന്നത്? വായിച്ചാണോ, എഴുതിയാണോ? നിങ്ങൾക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? കുറേ കൂട്ടുകാരൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഞാൻ മാത്സ് പഠിക്കുന്നത് വായിച്ചാണത്രേ. എങ്ങനെയാണ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റുക? വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റുമോ? ഇല്ല. മാത്സ് പഠിക്കണമെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം, അല്ലേ? എഴുതി പഠിക്കുമ്പോഴാണ് നമുക്ക് മാത്സ് പഠിക്കാനായിട്ട് പറ്റുക. അപ്പൊ ഒരു മാത്സ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ നേരിടുന്ന പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൺസെപ്റ്റുകൾ അറിയാതിരിക്കുക എന്നുള്ളത്. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഏത് ക്ലാസ്സിലെ കുട്ടി ആയിക്കോട്ടെ, ഇപ്പൊ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന പല കൂട്ടുകാരും ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ഒരു കണ്ടന്റ് എടുത്ത് വെക്കുമ്പോൾ, പഠിക്കാനുള്ള ഒരു കാര്യം എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ വരാം. അപ്പൊ അതില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് പഠിക്കണം. കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അതില് നിങ്ങൾ കുറച്ച് ഫോർമുലാസ് പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ഫോർമുലാസ് ഒക്കെ കാണാതെ പഠിക്കുന്നതിന് പകരം അതെങ്ങനെയാണ് വന്നത് എന്നൊന്ന് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് ആ ഫോർമുലാസ് ഫോം ചെയ്തിട്ടുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങളൊന്ന് നോക്കുക. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ആദ്യം നിങ്ങൾ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫോർമുലാസ് കാണാതെ പഠിക്കുന്നതിനേക്കാളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു രീതിയായിരിക്കും. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുമ്പോഴായിരിക്കും. ഇനി മറ്റൊരു കാര്യം നോക്കിയേ, ബേസിക്സ് ക്ലിയർ ആക്കുക. എങ്ങനെയാ ബേസിക്സ് ക്ലിയർ ആക്കണ്ടേ? നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് 10ാം ക്ലാസ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ മറന്നിട്ട് 10ാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 9ാം ക്ലാസ് നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതിന് മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ ബേസിക്സ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ബേസിക് ഐഡിയാസ് ആണ് നമ്മളുടെ മനസ്സിൽ വേണ്ടത്, അതെല്ലാം നമ്മൾ ആദ്യം പഠിച്ചിട്ട് വേണം ആ ചാപ്റ്ററിലേക്ക് കടക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നും. നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ തോന്നും. നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ അതില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ബേസിക്സ് തറവാക്കണം. ബേസിക്സ് തറവാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ചാപ്റ്ററിലേക്ക് ഈസി ആയിട്ട് കടന്നു ചെല്ലാൻ പറ്റും. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, കൺസെപ്റ്റ് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? ബേസിക്സ് ഏറ്റവും നന്നായിട്ട് പഠിച്ചിട്ട് ചാപ്റ്ററിലേക്ക് പോവുക. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. നിങ്ങൾ 10ാം ക്ലാസ്സിലായിക്കോട്ടെ, 9ാം ക്ലാസ്സിലായിക്കോട്ടെ, 8ാം ക്ലാസ്സിലായിക്കോട്ടെ, ഏത് ക്ലാസ്സിലും ആയിക്കോട്ടെ, നിങ്ങൾ ഒരു കാര്യം മാത്സ് പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ആദ്യം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം അതിലേക്ക് ഇരിക്കാനായിട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ. രണ്ടാമത്തെ എന്താണ്? ഡെയിലി പ്രാക്ടീസ് ആണ്. നമ്മൾ മാത്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ കുറെ കാര്യങ്ങൾ കുറച്ച് ദിവസം ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ഇരുന്നു ഭയങ്കര എഫേർട്ട് എടുത്ത് ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ നിങ്ങൾ ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് തുറന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല.
അപ്പോൾ ഒരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി പ്രാക്ടീസ്. കൺസിസ്റ്റൻസി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റന്റ് ആയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല. ബ്രേക്ക് ഇല്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഒരു ദിവസം കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് അടുത്ത ദിവസം ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ബ്രേക്ക് എടുക്കുക, ഇത് നമുക്ക് ശരിയായിട്ടുള്ള ഒരു രീതി അല്ല. പഠനത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ്. അപ്പൊ കൺസിസ്റ്റൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നിങ്ങൾ ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കുന്നതിന് പകരം ഒരു ദിവസം നിങ്ങൾ മാത്സ് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും പഠിച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദിവസേന ഉള്ള ആ ഒരു പ്രാക്ടീസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഡെയിലി പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കരുത്. ഒരേ ക്വസ്റ്റ്യൻ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്ത് പഠിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ട്രിക്ക് മനസ്സിലാവും. എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് പോകുന്നത്, എങ്ങനെയാണ് അതിന്റെ ആൻസർ വരുന്നത് ഒക്കെ മനസ്സിലാവും. അപ്പോൾ ഒരേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ആ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ, ഒരു ഇക്വേഷൻ പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഒരേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യരുത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ? വർക്കൗട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. വെറുതെ വായിച്ച് പഠിക്കരുത്. മാത്സ് എപ്പോഴെങ്കിലും വെറുതെ വായിച്ച് പഠിക്കാവോ? മാത്സ് ഒരിക്കലും വെറുതെ വായിച്ച് പഠിക്കരുത്. ടെക്സ്റ്റ് ബുക്ക് നോക്കി സ്റ്റെപ്പൊക്കെ, ഇപ്പൊ ഒരു ടെക്സ്റ്റില് നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ആൻസേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ വായിക്കുന്നു. അങ്ങനെ ആണ് ചില കുട്ടികളൊക്കെ പഠിക്കുക. ആ ഒരു രീതി മാത്സിന്റെ കാര്യത്തിൽ വളരെ മോശം രീതിയാണ്. അങ്ങനെ ഒരു പഠന രീതി നല്ലതല്ല. നമുക്കത് പഠിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പരീക്ഷയ്ക്ക് നല്ല സ്കോർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഓർമ്മയിൽ ഈ മാത്സ് സ്റ്റെപ്പുകളെല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാത്സ് എപ്പോഴും വർക്കൗട്ട് ചെയ്ത് പഠിക്കണം, ചെയ്ത് തന്നെ പഠിക്കണം, എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. അതാണ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് സ്ട്രാറ്റജിയിൽ നോക്കേണ്ടത്. ഇപ്പൊ 2 കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, മോഡൽ പരീക്ഷകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. അപ്പൊ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മോഡൽ ക്വസ്റ്റ്യൻസ്, അത് ആ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്മാർട്ടായിട്ട് പഠിക്കാൻ പറ്റുക. ചില കുട്ടികൾ എന്ത് ചെയ്യും? നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പഠിക്കും. പക്ഷെ പരീക്ഷയ്ക്ക് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എന്ന് അവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അവർ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ആവും. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാവാതെ അവരാകെ അവരുടെ ആ പരീക്ഷ മൊത്തത്തില് കുളമായി പോകും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കുക, ഇവിടെ നോക്കൂ, നമ്മൾ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഒരു ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യണം. അങ്ങനെ ടൈം ഫിക്സ് ചെയ്ത് വച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? പഠിക്കാനായിട്ട്. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗൈഡ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കയ്യിലെടുത്ത് വെച്ചിട്ട് ചുമ്മാ അങ്ങനെ ചെയ്തു പോകരുത്. നമ്മൾ അതിനൊരു ടൈം ഫിക്സ് ചെയ്യണം. കാരണം നമുക്ക് പരീക്ഷ എഴുതാൻ ഒരു സമയം ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? എല്ലാ പരീക്ഷയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തണം. നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കിത് ഈ സ്റ്റെപ്പൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടോ, ഇനി അതിനകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് വരുന്നത്, ഏത് സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്, എവിടെയാണ് നമ്മുടെ കാൽക്കുലേഷൻസ് തെറ്റിപ്പോകുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. അങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ അവിടെ ചെയ്യണം. സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് എഴുതണം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തെഴുതേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്നു, ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അത് ആദ്യം എന്ത് ചെയ്യണം? അതിനുശേഷം ആ ആൻസറിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് എഴുതുക.
സ്റ്റെപ്പ് എഴുതി ചെയ്താൽ മാത്സ് തെറ്റില്ല. സ്റ്റെപ്പ് എഴുതി ചെയ്താൽ മാത്സ് തെറ്റില്ല. അപ്പോൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനകത്ത് സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും തെറ്റു പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് നോക്കിയേ. പ്ലസും മൈനസും എപ്പോഴും തെറ്റിപ്പോവാറുണ്ട് അല്ലേ? നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് ഇതൊക്കെ എവിടെ വരുന്നു? പ്ലസ് ഇൻറ്റു പ്ലസ് ചെയ്യുമ്പോൾ എന്താ ആൻസർ? മൈനസ് ഇൻറ്റു പ്ലസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്സിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ വരുമ്പോൾ സ്റ്റെപ്പ് തെറ്റിപ്പോവും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. പ്ലസ് ഇൻറ്റു പ്ലസ്, ഇപ്പൊ ഒരു പോസിറ്റീവ് വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? പോസിറ്റീവ് ആണ് കിട്ടുക അല്ലെ? ഇനി ഒരു പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. ഇനി നെഗറ്റീവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? തെറ്റിപ്പോവും. അപ്പൊ അങ്ങനെ തെറ്റ് വരാതിരിക്കാൻ ഈ കാര്യങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇത് കോമൺ ആയിട്ട് കുട്ടികൾക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഇനി നോക്കൂ, ഇനി ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിച്ച് വായിക്കണം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, എന്താണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്, അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്പ് വേണം എന്നൊക്കെ മനസ്സിലാകുക. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്നുള്ളത് എഴുതി വെക്കണം. അപ്പോഴാണ് നമുക്ക് അതിനകത്തുനിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു ഐഡിയ കിട്ടുക. ഓക്കെ, ഇനി വേറൊരു മിസ്റ്റേക്ക് എന്താ വരുത്തുന്നത്? യൂണിറ്റ്സ്. എപ്പോഴും യൂണിറ്റുകൾ തെറ്റിപ്പോവും. ഇപ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ, ഇപ്പോൾ ലെങ്ത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ നമുക്ക് പറയാം, മീറ്റർ പറയാം. ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ സ്ക്വയർ വരും അല്ലെ? ഏരിയ ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് യൂണിറ്റുകളിൽ. ആ യൂണിറ്റുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൃത്യമായിട്ട് എഴുതണം. അത് തെറ്റിപ്പോയി കഴിഞ്ഞാലും നമുക്ക് ആൻസറിൽ വരുമ്പോൾ തെറ്റ് വരാം. അപ്പൊ യൂണിറ്റ്സ് എപ്പോഴും കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്ന സമയത്തും ആൻസർ എഴുതുന്ന സമയത്തും പരീക്ഷയ്ക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പല സ്കൂളുകളിലും PT1 എക്സാം നടക്കുന്നുണ്ട്. ചില സ്കൂളുകളിൽ കഴിഞ്ഞു, ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ പലർക്കും പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ പരീക്ഷാ ഹാളിൽ നമ്മളൊരു ടൈം മാനേജ്മെന്റ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ. ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്താലുള്ള പ്രശ്നം എന്താ? നമ്മുടെ സമയം മുഴുവൻ അവിടെ പോകും. നമുക്കത് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എഴുതാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മാർക്ക് താഴേക്ക് പോകും. അപ്പൊ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എപ്പോഴും നമ്മൾ മാത്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുത്തിയൊക്കെ വരച്ച് അവിടെ അങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് വരച്ച് സ്റ്റെപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതുക, ഇങ്ങനെയുള്ള രീതികളൊന്നും പാടില്ല. എപ്പോഴും നല്ല വൃത്തിയായിട്ട് വേണം എന്ത് ചെയ്യാൻ? ഒരു മാത്സിന്റെ ആൻസർ പ്രസന്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ എഴുതുമ്പോൾ വളരെ വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗിൽ അധികം വെട്ടും കുത്തും ഒന്നും ഇല്ലാതെ നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ അതിനെ എന്ത് ചെയ്യുക? പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ ആൻസറിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ആ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചർക്ക് കാണുമ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ടീച്ചർക്ക് മനസ്സിലായോ? ഇനി അടുത്തത് എന്ത് ചെയ്യണം? നിങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് റീചെക്കിങ് കൂടി ചെയ്യണം. അവസാനത്തെ ആ ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ, ആ പരീക്ഷയ്ക്ക് തീരാറാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുറച്ച് സമയം, ആ ഒരു സമയം നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് ശരിയാണോ എന്ന് ഒന്ന് റീചെക്ക് കൂടി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ മാത്സിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ, നല്ല സ്കോർ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ടെക്നിക്കുകളെല്ലാം യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളുടെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായിട്ടുള്ളതും ഈ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എക്സാംസിലെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഈ ട്രിക്സ് എല്ലാവരും ഇന്ന് തൊട്ട് തന്നെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക.
അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് 1-to-1 ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ട്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വിവരങ്ങൾ അറിയണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ വിളിക്കാം. 9496949929. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ 10ാം ക്ലാസ്സിന്റെ ഒരു ഫ്രീ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കമന്റ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്